ചൈനയുമായി അമേരിക്ക ബന്ധം ഇടയ്ക്ക് മാറി മറിഞ്ഞും വരുന്നു. അതിൻ്റെ പ്രധാന കാരണം ചൈന ഹാസ് ദി കാർഡ്സ് ടു പ്ലേ. എന്താണ് ആ കാർഡ്സ്? റെയർ എർത്ത്, വളരെ അപൂർവമായ ധാതുക്കൾ, അതിൻ്റെ കച്ചവടം. അവിടെയാണ് കച്ചവടക്കണ്ണ്. സുഡാനിലാണെങ്കിലും കച്ചവടക്കണ്ണുകളാണ്. സുഡാനിലെ നോർത്തും സൗത്തും സുഡാൻ തമ്മിൽ പ്രശ്നം, അതല്ലേ ഡാർഫർ മേഖലയിൽ പ്രശ്നം. ഇതെല്ലാം തന്നെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നതിൻ്റെ പിന്നിൽ ധാതുക്കളാണ്. പാകിസ്ഥാൻ നോക്കൂ, പാകിസ്ഥാൻ പ്രശ്നമുണ്ട്. അതെ, പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ മേഖല ധാതു സമ്പന്നമാണ്. ആ ധാതുക്കൾ അതൊരു പാക്കറ്റിലാക്കി അസീം മുനീർ കൊണ്ടുപോവുകയാണ്, പെട്ടിയിലാക്കി കൊണ്ടുപോവുകയാണ്. ട്രംപിന് തെരുവുൾക്കാഴ്ച നൽകാൻ തങ്ങൾക്ക് ചില കാര്യങ്ങളുണ്ട്. വി ഓൾസോ ഹാവ് ദ കാർഡ്സ് ടു പ്ലേ വിത്ത്. അതുകൊണ്ട് നിങ്ങൾക്ക് വരാം, വേണമെങ്കിൽ ഒരു പോർട്ട് ഞങ്ങൾ പുതിയതായി ഉണ്ടാക്കി തരാം, പസ്നി എന്ന ഒരു പോർട്ട്. അതായത് ഇന്ത്യ കൺട്രോൾ ചെയ്യുന്ന ഇറാൻ്റെ തെക്കുള്ള ചബഹാർ പോർട്ടിനും ചൈന കൺട്രോൾ ചെയ്യുന്ന ഗദ്ദാർ, പാകിസ്ഥാനിലെ ഗദ്ദാർ തുറമുഖത്തിനും മധ്യേ ഒരു തുറമുഖം അമേരിക്കൻ കപ്പലുകൾക്ക് അടുക്കാൻ, വേണമെങ്കിൽ ധാതുക്കൾ കൊണ്ടുപോകാൻ, വേണമെങ്കിൽ മിലിറ്ററി സാന്നിധ്യത്തിന് വേണ്ടി തരാം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അമേരിക്കയ്ക്ക് ഏത് രാജ്യത്തെ കോൺഫ്ലിക്റ്റ്, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ കോൺഫ്ലിക്റ്റ് നടക്കുന്നു, അവിടെയും പരിഹാരത്തിന് ഒരുപക്ഷെ ഓടിയെത്താൻ സാധ്യത അമേരിക്ക തന്നെയാണ്. അഫ്ഗാനിസ്ഥാനിൽ കണ്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം എയർപോർട്ട് ഇങ്ങ് തരൂ എന്നാണ് പറഞ്ഞത്. തങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. പണ്ട് സോവിയറ്റ് അധിനിവേശം കഴിഞ്ഞ് അവരെ പുറത്താക്കിയതിന് ശേഷം തങ്ങൾ ഡെവലപ്പ് ചെയ്തതാണ്. ഇങ്ങ് തരൂ, ഞങ്ങൾ എടുത്തോളാവുന്നതാണ്. അഫ്ഗാനിസ്ഥാൻ്റെ മധ്യത്തിൽ കിടക്കുന്ന ഒരു സ്വതന്ത്ര പരമാധികാര അഫ്ഗാനിസ്ഥാൻ്റെ മധ്യത്തിൽ കിടക്കുന്ന ആ എയർപോർട്ട് ഞങ്ങളിങ്ങ് എടുക്കുകയാണെന്ന് പറയുക. അപ്പോൾ എവിടെയും ഏതും ഗ്രീൻലാൻഡ് എടുക്കാനൊന്ന് നോക്കി ഇല്ലേ, ഡെൻമാർക്കിൻ്റെ അധീനതയിൽ കാനഡ പോലും എടുക്കാൻ നോക്കി ഇല്ലേ, പാനമ എടുക്കാൻ നോക്കി. എടുത്താൽ പൊങ്ങാത്ത ഭാരങ്ങളാണ് ഇപ്പോൾ ട്രംപ് എടുക്കാൻ നോക്കുന്നത്.